التمسك بالأثر نجاه. الحديث الثامن. عن أبي واقد الليثي رضي الله عنه أن رسول الله صلى الله عليه وسلم لما خرج إلى حنين مر بشجرة للمشركين يقال لها ذات أنواط يعلقون عليها أسلحتهم، فقالوا يا رسول الله اجعل لنا ذات أنواط كما لهم ذات أنواط. فقال النبي صلى الله عليه وسلم سبحان الله، هذا كما قال قوم موسى اجعل لنا إلها كما لهم آلهة، والذي نفسي بيده لتركبن سنة من كان قبلكم. رواه الترمذي. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ ബാധ്യതകൾ വിശദീകരിക്കുന്ന 40ഓളം വരുന്ന ഹദീസുകൾ ഉൾക്കൊള്ളുന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 7 ഹദീസുകളാണ് ഇതുവരെ നിങ്ങൾ കേട്ടതും മനസ്സിലാക്കിയതും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരടിമയുടെ ബാധ്യതയാണ് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്നും. അതിനുശേഷം ആ തൗഹീദ്, അള്ളാഹുവിനോടുള്ള ബാധ്യതയായ ആ മഹത്തായ കാര്യം ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളാണ് പിന്നെ നിങ്ങൾ കേട്ടത്. അഥവാ തഹ്ഖീഖു തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിക്കുക. ആ സന്ദർഭത്തിൽ അതിനെ പൊളിച്ചു കളയുന്ന ചില കാര്യങ്ങൾ, അത് കടന്നു വരാതിരിക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നലെ നിങ്ങൾ കേട്ട ഹദീസുകളിൽ കഴിഞ്ഞുപോയി. 8ാമതായി നമുക്ക് പഠിക്കാനുള്ള ഹദീസ് അൽ ഹദീസു الثامن عن أبي واقد الليثي أن رسول الله صلى الله عليه وسلم لما خرج إلى حنين مر بشجرة للمشركين، وفي رواية ونحن حديث عهد بكفر يقال لها ذات أنواط يعلقون عليها أسلحتهم، فقالوا يا رسول الله اجعل لنا ذات أنواط كما لهم ذات أنواط. فقال النبي صلى الله عليه وسلم سبحان الله، هذا كما قال قوم موسى اجعل لنا إلها كما لهم آلهة، والذي نفسي بيده لتركبن سنة من كان قبلكم. رواه الترمذي. മഹാനായ അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഹദീസ് റിവായത്ത് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഖറജ ഇലാ ഹുനൈൻ, ഹുനൈനിലേക്ക് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ, അവിടുന്ന് പുറപ്പെട്ടു പോയ സന്ദർഭത്തിൽ പോകുന്ന വഴിയിൽ മറ ബിഷജറത്തിൻ ലിൽ മുശ്രിക്കീന, മുശ്രിക്കുകളുടെ അവർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മരത്തിൻ്റെ അരികിലൂടെ അവിടുന്ന് സഹാബത്തിനോടൊപ്പം കടന്നു പോവുകയുണ്ടായി. യുഖാലു ലഹ, ആ മരത്തിൻ്റെ പേര് ദാതു അൻവാത്ത്, ആ മരത്തിന് വിളിക്കപ്പെടുന്ന പേര് ദാതു അൻവാത്ത് എന്നാണ്. യുഅല്ലിഖൂന അലൈഹ അസ്ലിഹതഹും, ആ മരത്തിൻ്റെ പ്രത്യേകത, ആ മരത്തിൽ മുശ്രിക്കുകൾ തങ്ങളുടെ ആയുധങ്ങൾ അത് തൂക്കിയിടാറുണ്ടായിരുന്നു. അതിനു മുകളിൽ തൂക്കിയിട്ട് അങ്ങനെ അതിൽ നിന്ന് ബറക്കത്തെടുക്കുന്ന, അനുഗ്രഹം തേടുന്നൊരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. അതിനിടയിൽ വഫി റിവായത്തിൻ എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം അവരുടെ അവസ്ഥ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ അവർ വനഹ്നു ഹദീസു അഹദിൻ ബികുഫർ, ഹുനൈനിൽ പുറപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ കുഫറിൽ നിന്ന് അടുത്തിടെ ഇസ്ലാമിലേക്ക് വന്നവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില സഹാബികൾ കുഫറിൽ നിന്ന് അടുത്തിടെ ഇസ്ലാമിലേക്ക് വന്നവരാണ്. അപ്പോൾ അവരിങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിലാണ് മുശ്രിക്കുകൾക്ക് ഇങ്ങനെ പ്രത്യേകം ഒരു മരം ഉള്ളതായി കാണുന്നത്. അതിൻ്റെ മുകളിലാകട്ടെ അവർ അവരുടെ ആയുധങ്ങൾ തൂക്കിയിടാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട്. ചരിത്രത്തിൽ കാണാം, ചില കിതാബുകളിൽ ദാതു അൻവാത്ത് എന്ന മരം അവർ വർഷത്തിലൊരിക്കൽ അവിടെ വരികയും അതിനെ ബഹുമാനിക്കുകയും പ്രത്യേകമായ ചില ആരാധനകൾ, അറവ്, ബലികർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നടത്തുകയും തങ്ങളുടെ ആയുധങ്ങൾ തൂക്കിയിടുകയും അങ്ങനെയൊക്കെ ചെയ്ത് വളരെയേറെ ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടു നടക്കുന്ന, അതിൻ്റെ ചുറ്റും ഭജനമിരുന്ന് ഇഅ്തികാഫിരുന്ന് അങ്ങനെ ഉള്ള ഒരു മരമാണത്. മക്കയിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇതുള്ളത്. ഈ കാഴ്ച കണ്ടപ്പോൾ ഫഖാലു, അടുത്തിടെ ഇസ്ലാമിലേക്ക് വന്ന സഹാബിമാർ അവർ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്, അവർക്ക് ദാതു അൻവാത്ത് ഉള്ളതുപോലെ നമുക്കും ഒരു ദാതു അൻവാത്ത് അങ്ങ് നിശ്ചയിച്ചു തന്നാലും. അവർക്കിങ്ങനെ ആയുധങ്ങൾ തൂക്കിയിടാനും ബറക്കത്തെടുക്കാനും അതിന് ചുറ്റും ഇങ്ങനെ ഭജനമിരിക്കാനും ഒക്കെ ദാതു അൻവാത്തുണ്ടല്ലോ. അവർ കുഫറിലാണെന്ന് നമുക്കറിയാം. നമുക്ക് ഇസ്ലാമികമായിട്ട് ഇതുപോലുള്ള ഒരു സംഗതി അങ്ങുണ്ടാക്കി തന്നാലും. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിത്തെറിച്ചുമ്പി. അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ അവിടുന്ന് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അള്ളാഹു പരിശുദ്ധനാണ് എന്ന തസ്ബീഹ് ചൊല്ലുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദാ കമാ ഖാല ഖൗമു മൂസ, നിങ്ങൾ ഇപ്പം ഈ ചോദിച്ച ചോദ്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമ്, സമുദായം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമ് ചോദിച്ച ചോദ്യം എന്താണ്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, മൂസ, അവർക്ക് ആരാധിക്കപ്പെടുന്ന പല ഇലാഹുകളുമുണ്ട്, നമുക്കും അങ്ങനെ ഒരു ഇലാഹിനെ നീ നിശ്ചയിച്ച് തന്നാലും. ഇതുപോലെയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി,
എൻ്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം. ലതർകബുന്ന സുന്നത മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെ രീതി ചര്യ അതിൽ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഈ ഹദീസ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട, എല്ലാ ഹദീസുകളും പോലെ തന്നെ ഈ ഹദീസ് ഒരുപാട് ഗുണപാഠങ്ങളുള്ള, ചില മുന്നറിയിപ്പുകളുള്ള ഒരു ഹദീസാണിത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹാബിമാരാണിവർ. അവർ മുശ്രിക്കുകളുടെ അടുക്കൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ചോദിച്ചു പോയി, അതുപോലെ നമുക്കും ഒന്നുണ്ടാക്കി തരണേ നബിയെ. ഇവിടെ ബറക്കത്തെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പ്രധാനമായിട്ടുള്ളത്. എന്തിനാണ് അവർ ദാത്തു അൻവാത്ത് ഉണ്ടാക്കിയത്? അതിനു മുകളിൽ പ്രധാനമായി അവർ ചെയ്ത പണി തങ്ങളുടെ ആയുധങ്ങൾ തൂക്കിയിടും. അങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അതുകൊണ്ട് അവർ യുദ്ധത്തിനേർപ്പെട്ടാൽ നന്നായി യുദ്ധം ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കും എന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അഥവാ ആ മരത്തിന് പ്രത്യേകമായൊരു ബറക്കത്തുണ്ട്, അതിൽ നിന്ന് ബറക്കത്ത് ലഭിക്കും എന്നൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം. അൽ ബറക്ക, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഹിയ സിയാദതു വന്നമാഉ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വർധനവ് എന്നാണ് അതിൻ്റെ അർത്ഥം. വർധനവ് എന്നാണ് അർത്ഥം. അഥവാ ഉള്ള നന്മയിൽ വർധനവുണ്ടാവുക. അതുപോലെ തന്നെ അസ്സുബൂജു വല്ലുസൂമു വല്ലിസ്തിഖ്റാർ, കിട്ടിയ നന്മയിൽ വർധനവും അത് നീങ്ങിപ്പോകാതെ നിലനിൽക്കുകയും ചെയ്യുക, എന്നെന്നും ഉണ്ടാവുക. അതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ കിട്ടിയ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വർധനവ് തരട്ടെ, അത് നിലനിർത്തി തരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ബാറക്കല്ലാഹു ഫീക്ക്, ബാറക്കല്ലാഹു ലക് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം ഒരു ഉറുവാക്കല്ല. എല്ലാവരും പറയുന്നു, നമ്മളും പറയും, അങ്ങനെയല്ല. അത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അഥവാ അള്ളാഹു നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ അത് വർധനവ് നൽകട്ടെ, അതുപോലെ തന്നെ അത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇതാണ് അൽ ബറക്ക. അൽ ബറക്കത്ത് എന്നത് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം കയ്യിലുള്ള കാര്യമാണ്. അള്ളാഹുവാണ് എല്ലാ ബറക്കത്തും നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത ഒരു അനുഗ്രഹവും ഒരു വർധനവും ഒരു നിലനിൽക്കുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം, അവൻ്റെ ബറക്കത്ത് അത് പരിപൂർണമാണ്. അതുകൊണ്ടാണ് തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, ഏതൊരുവൻ്റെ കയ്യിലാണോ സർവാധിപത്യമുള്ളത് അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം പരിപൂർണമാണ്. എല്ലാ അനുഗ്രഹവും എല്ലാ ബറക്കത്തും അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിലേക്ക് ചേർത്തപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ അനുഗ്രഹീതമാണ്. അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ റസൂലുമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ചേർത്തി പറയപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. അള്ളാഹുവിൽ നിന്നാണ് ബറക്കത്ത് പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ നോക്കൂ, വലിയൊരു ഗുണപാഠമെന്നത് ശിർക്കിൻ്റെ ആളുകൾ അവർ പ്രവർത്തിച്ച ഒരു കാര്യത്തോട് അടുത്തിടെ ഇസ്ലാമിലേക്ക് വന്ന സഹാബികളിൽപ്പെട്ട ആളുകൾക്ക് ഒരു ആഗ്രഹം തോന്നിപ്പോയി. ആ ഒരു ആഗ്രഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്ത രൂപം നോക്കൂ നിങ്ങൾ. ഈ ചോദിച്ച ചോദ്യം എന്നത് ഗുരുതരമായൊരു ചോദ്യമാണ്. നിങ്ങൾ കേവലം ഒരു ബറക്കത്തെടുക്കാനുള്ള ഒരു കാര്യത്തെ അല്ല ചോദിച്ചത്.
മറിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം അദ്ദേഹത്തോട് ചോദിച്ചതുപോലെ നിങ്ങൾ ഇലാഹിനെ ചോദിച്ചതുപോലെയുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ പല ആളുകളും ശിർക്കിന് വേണ്ടി തെളിവുകൾ പിടിക്കുന്ന, തെളിവുകൾ കൊണ്ടുവരുന്ന ആളുകൾ പറയാറുണ്ട്, നമ്മൾ ഇലാഹാക്കുന്നില്ല, നമ്മൾ ബറക്കത്ത് തേടുകയാണ്, നമ്മൾ അനുഗ്രഹം തേടുകയാണ്, നമ്മൾ സഹായം തേടുക മാത്രമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിൽ അവർ ചോദിച്ചതെന്താണ്? ഒരു ഇലാഹിനെ തരണയെന്നോ വേറൊരു അള്ളാഹുവിനെ തരണയെന്നോ അല്ലെങ്കിൽ നമുക്ക് ആരാധിക്കാൻ എന്തെങ്കിലും ഒരു സാധനത്തെ തരണമെന്നോ ഒന്നുമല്ല. മറിച്ച് ബറക്കത്തെടുക്കാൻ അവർക്കുള്ളതുപോലെ ഒരു മരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഇലാഹിനെ ചോദിച്ചതുപോലെയാണ്. ഒരു കാര്യത്തിൽ അള്ളാഹു നിശ്ചയിക്കാത്ത വല്ല ബറക്കത്തും നിശ്ചയിച്ചാൽ, അതിൽ നിന്ന് പ്രത്യേകമായി വല്ല കാര്യവും പ്രതീക്ഷിക്കപ്പെട്ടാൽ അത് ഇലാഹായി തീരും, അതതിനുള്ള ആരാധനയായി തീരും. ഒരാൾ കല്ലിനെ ആരാധിച്ചിട്ട് ഞാനിതിനെ ഇലാഹാക്കുന്നില്ല എന്നയാൾ പറഞ്ഞാലും ശരി, അയാൾ ആ കാര്യം ചെയ്യലോടുകൂടി ആ കല്ല് ആരാധ്യ വസ്തുവായി മാറി. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണ് ഈ ചോദിച്ചത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ബറക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വിശദീകരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ആലമീൻ ശറഅക്കിയതും അല്ലാത്തതുമായ ബറക്കത്തെടുക്കൽ നമുക്ക് കാണാം. തൊട്ടു മുന്നേ മനസ്സിലാക്കിയ ഹദീസുകളിൽ വന്നതുപോലെ മന്ത്രവുമായി ബന്ധപ്പെട്ട് മംനൂഉം മശ്റൂഉം ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു അനുവദിച്ചതും അനുവദിക്കാത്തത്. സാന്ദർഭികമായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക, അത്തബറുക്ക് ബറക്കത്തെടുക്കുക എന്നൊരു കാര്യം അതിൽ ദീനിലുള്ളതും ദീനിലില്ലാത്തതുമുണ്ട്. മംനൂ ആയിട്ടുള്ള പാടില്ലാത്ത ബറക്കത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ അതിലൊന്നാമത്തെ ഇനം ഷിർക്കുൽ അക്ബർ, വലിയ ഷിർക്കാകുന്ന, ഒരാൾ ദീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബറക്കത്തെടുക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഒരു കല്ലിൽ നിന്നോ ഒരു മരത്തിൽ നിന്നോ ഒരു ഖബറിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ അങ്ങനെ ഒരാൾ തബറുക്ക് തേടിയാൽ, ബറക്കത്തെടുത്താൽ, അതല്ലെങ്കിൽ അള്ളാഹുവിനും ഇയാൾക്കുമിടയിൽ ഒരു മധ്യവർത്തിയായി ഇങ്ങനെയുള്ള വല്ലതിനെയും നിശ്ചയിച്ചാൽ അയാൾ വലിയ ശിർക്ക് ചെയ്തു, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന തബറുക്കാണത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സഹാബത്തിനോട് ഇത് പറഞ്ഞു കൊടുത്തത്. കാരണം അവർ നേർക്ക് നേരെ ചോദിച്ചത് ആ മരത്തിൽ നിന്ന് ബറക്കത്തെടുക്കാനാണ്. അങ്ങനെ ആ മരം പ്രത്യേകമായി ഒരു ബറക്കത്താക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നിശ്ചയിച്ചാൽ അത് ഷിർക്കുൻ അക്ബറായി തീരും. ഈ ഒരു കാര്യമാണ് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കാണുന്നത്. ബറക്കത്തെടുക്കലാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കല്ലായിരിക്കും, ചിലപ്പോൾ മരമായിരിക്കും. നമ്മുടെ ഇസ്ലാമിലേക്ക് ചേർത്തി പറയപ്പെടുന്ന ആളുകളുടെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. അപ്പുറത്തേക്ക് പോകേണ്ടതില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് ചേർത്തി പറയപ്പെട്ട, അങ്ങനെ പറയപ്പെടുന്ന ആളുകൾ തന്നെ വലിയ പൊങ്ങി നിൽക്കുന്ന കല്ല്, അതിൽ നിന്ന് ബറക്കത്ത് തേടുന്നവരുണ്ട്. മരത്തിൻ്റെ അരികിൽ പോയി അതിൽ നിന്ന് ബറക്കത്ത് തേടിക്കൊണ്ട് കുട്ടിയെ തേടലും കുട്ടിനെ ചോദിക്കലും ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഖബറാളികളുടെ ഖബറിനരികിൽ വന്ന് തബറുക്ക്, ഇതൊക്കെ വലിയ ഷിർക്കിൽപ്പെട്ട മംനൂ ആയിട്ടുള്ള പാടില്ലാത്ത തബറുക്കിൻ്റെ ഇനമാണ്. രണ്ടാമത്തെ ഒരു ഇനം, ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, ഷിർക്കുൻ അസ്ഗറായിട്ടുള്ള
ഒരു ഇനമാണ്. അതീ പറഞ്ഞ രൂപത്തിൽ കല്ലിൽ നിന്നും മരത്തിൽ നിന്നും അതുപോലെ സാലിഹീങ്ങളുടെ കാര്യത്തിൽ നിന്നുമൊക്കെ ബറക്കത്ത് തേടൽ. പക്ഷെ നേർക്ക് നേരെ അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരാണ് ഈ ബറക്കത്ത് നൽകുന്നത് എന്ന വിശ്വാസമില്ല. മറിച്ച് ഈ കല്ല് അല്ലെങ്കിൽ ഈ മരം, ഈ സാലിഹായ മനുഷ്യൻ, ഈ ഖബർ അള്ളാഹുവിലേക്ക് എത്താനുള്ള, അള്ളാഹുവിൽ നിന്ന് എനിക്ക് ബറക്കത്ത് ലഭിക്കാനുള്ളൊരു കാരണമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ബറക്കത്തെടുത്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. പക്ഷേ അത് ചെറിയ ശിർക്കിൽപ്പെട്ട ബറക്കത്ത് തേടലാണ്, പാടില്ല എന്ന് ചുരുക്കം. അപ്പൊ നേർക്ക് നേരെ ഒരു കാര്യത്തിൽ നിന്ന് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പാടില്ല. ഇനി അതിൽ നിന്ന് നേർക്ക് നേരെയല്ല, മറിച്ച് അതൊരു ഇടയാളൻ മാത്രമാണ്, ഒരു മധ്യവർത്തി മാത്രമാണ് എന്ന നിലയ്ക്ക് ഒരാൾ ബറക്കത്ത് അന്വേഷിച്ചാലും അത് പാടില്ലാത്തതാണ്. മൂന്നാമത്തെ ഒരു ഇനം ബിദ്അത്തായിട്ടുള്ള ഹറാമായിട്ടുള്ള തബറുക്കാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മസ്ജിദിന്റെ കാര്യത്തിൽ, ഒരു പള്ളി, ആ പള്ളിക്ക് പ്രത്യേകം ഒരു ബറക്കത്തുണ്ട് എന്ന് നിശ്ചയിക്കൽ, എന്നിട്ട് അതിൻ്റെ ചുമരുകൾ, അതല്ലെങ്കിൽ അതിൻ്റെ ഉമ്മറപ്പടിയോ, അതല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വല്ല കാര്യമോ, അതിനെ ചുംബിക്കലും, അതിനെ തൊട്ട് തലോടലും, അതിനെ തടവലും, അവിടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലും, ഇത് ഹറാമായിട്ടുള്ള തബറുക്കാണ്. ചില പള്ളികൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ജാറകളുള്ള സ്ഥലങ്ങൾ, അപ്പം അതിൻ്റെ പുറത്തുള്ള ചുമരിന് അതുമിങ്ങനെ ചുംബിക്കുക, അതുമ തടവുക, ഈ പറഞ്ഞതൊക്കെ ഹറാമാണ്, പാടില്ല. അങ്ങനെ പ്രത്യേകമായി ഒരു ബറക്കത്ത് നിശ്ചയിച്ചുകൊണ്ടുള്ള കാര്യം പാടില്ലാത്തതാണ്. ഈ 3 തബറുക്കിന്റെ ഇനം, പ്രധാനപ്പെട്ട 3 തബറുക്കിന്റെ ഇനം, ഇത് മംനൂ ആണ്, ഇത് പാടില്ല. ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതുമുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്തതുമുണ്ട്, എന്നാൽ ഹറാമായതുമുണ്ട്. 3 സഹോദരങ്ങളെ ഗുരുതരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഒരു വിശദീകരണവും അവിടെ നടത്തിയിട്ടില്ല. അവിടുന്ന് ഒരൊറ്റയടിക്ക് പറഞ്ഞു, ഹാദാ കമാ ഖാല ഖൗമു മൂസ, നിങ്ങൾ ഈ ചോദിച്ചത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ചോദിച്ചതുപോലെയുള്ളൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ചോദിച്ചത് വളരെ ഗുരുതരമായൊരു ചോദ്യമാണ്. അത് ഒരാളെ ഈ പറഞ്ഞ 3 ഇനങ്ങളും ഓരോന്നും ഇതിൻ്റെ അവസാനത്തെ ഇനത്തിൽ ഒരാൾ എത്തിപ്പെട്ടാൽ അതിൻ്റെ മുകളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാൾക്ക് നിർഭയനായിരിക്കാൻ സാധിക്കുകയില്ല. ചില ആളുകൾ ബിദ്അത്തായിട്ടുള്ള ഹറാമായിട്ടുള്ള തബറുക്കായിരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ പതിയെ അയാൾ അപ്പുറത്തേക്ക് എത്തി അയാളുടെ ദീൻ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്നത് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇതാണ് മംനൂ ആയിട്ടുള്ള, പാടില്ലാത്ത തബറുക്ക് എന്നുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ച കാര്യമുണ്ട്. അതായത് അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ വാക്കുകളിലുണ്ടാകും, ചില വാക്കുകളായിരിക്കും, പ്രവൃത്തികളായിരിക്കും, ചിലപ്പോൾ വ്യക്തികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമാക്കിയിട്ടുള്ള ബറക്കത്ത് നൽകിയിട്ടുള്ള വാക്കുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കലാമ് പാരായണം ചെയ്യുക, ദിക്ർ ചൊല്ലുക എന്ന കാര്യങ്ങൾ. അത് അനുഗ്രഹീതമാണ്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് നിസ്കാരം, അത് ജമാഅത്തായി നിർവഹിക്കൽ, അതുപോലെ തന്നെ അറിവ് അന്വേഷിക്കൽ, അത് പഠിപ്പിക്കൽ,
ഇതൊക്കെ അനുഗ്രഹീതമായ കാര്യമാണ്. അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരു ഭക്ഷണത്തളികയിൽ അതിൻ്റെ അറ്റത്ത് നിന്ന് അഥവാ ഓരോരുത്തരുടെയും മുന്നിൽ നിന്ന് ഭക്ഷണമെടുത്ത് കഴിക്കലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരൽ വൃത്തിയാക്കലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, അൽ ബറകതു തൻസിലു വസത അത്ത്വാം. അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ഭക്ഷണത്തളികയുടെ മധ്യത്തിലാണ് ഇറങ്ങുന്നത്. ഫകുലൂ മിൻ ഹാഫതൈഹി, നിങ്ങൾ അതിൻ്റെ ഓരത്ത് നിന്ന് ഭക്ഷിക്കുക. വലാ തഅകുലൂ മിൻ വസതിഹി, നിങ്ങൾ അതിൻ്റെ മധ്യത്തിൽ നിന്ന് കഴിക്കരുത്. അവിടെ അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചു. അത് പ്രവൃത്തിയാണ്, നോക്കൂ. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥലങ്ങൾക്ക് ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് എല്ലാ മസ്ജിദുകളും, പ്രത്യേകമായി 3 മസ്ജിദുകൾ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. അതിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് നിശ്ചയിച്ചതാണ്. അതുപോലെ തന്നെ സമയങ്ങൾക്ക്, കാലത്തിന് അല്ലാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അനുഗ്രഹീതമായ മാസമാണ് പരിശുദ്ധ റമളാൻ. അതിലെ നോമ്പും രാത്രി നിസ്കാരവും ഇതൊക്കെ അനുഗ്രഹീതമാണ്. അതുപോലെ തന്നെ അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചതാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ധാരാളമായി തക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹുമൊക്കെ കൊണ്ട് സമൃദ്ധമാക്കേണ്ട അനുഗ്രഹീതമായ സമയങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല ചില സൃഷ്ടികളിൽ ചില ബറക്കത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹു മാഉ സംസം, സംസം വെള്ളത്തിന് അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ മുബാറക, തീർച്ചയായും അത് മുബാറക, അനുഗ്രഹീതമാണ്. ഇന്നഹാ ത്വആമു തുഅ്മിൻ, ഒരാൾക്ക് ഭക്ഷണത്തിന് പകരമായി ഭക്ഷണം എന്ന രൂപത്തിൽ ആ വെള്ളം കുടിച്ചാൽ അത് മതിയായതാണ്, അത് ബറക്കത്താണ്. അതുപോലെ തന്നെ വ്യക്തികളിൽ അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്ക് അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അവിടുന്ന് അനുഗ്രഹീതനാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തഅലീം, പഠിക്കുക, അതുപോലെ ദുആ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? മശ്റൂ ആയിട്ടുള്ള കാര്യമായി. എന്നാൽ ആദ്യം പറഞ്ഞ മംനു ആയിട്ടുള്ള, പാടില്ലാത്ത കാര്യം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ ബറക്കത്തെടുക്കുന്നു, അനുഗ്രഹം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാറുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബറക്കത്തുണ്ട്, അവിടുത്തെ ദാത്ത്, അവിടുത്തെ ആസാറുകൾ, ഇതിനൊക്കെ ബറക്കത്തുണ്ട്, ഒരു സംശയവുമില്ല. എന്നാൽ അത് മറ്റുള്ള ആളുകൾക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിനും അവിടുത്തെ ഷഅറിനും ഒക്കെ ബറക്കത്തുണ്ട് എന്നു കരുതി ബാക്കിയുള്ള എല്ലാവർക്കും ആ കാര്യം കിട്ടിയിട്ടുണ്ടോ? തൊട്ട് ശേഷം വന്ന സഹാബികളുടെ കാര്യത്തിൽ പോലും താബിഈങ്ങളുടെ കാര്യത്തിൽ പോലും ഈ പറഞ്ഞതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തലമുടി അത് വെള്ളത്തിലിട്ട് വെള്ളം കുടിച്ചൊരു സംഭവം കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബറക്കത്തുണ്ടോ? ഉണ്ട്. എന്നാൽ അതിന് ശേഷമുള്ള ആളുകൾക്ക് അതെടുത്ത് ഖിയാസ് ചെയ്യാൻ പാടുണ്ടോ? അത് പാടില്ല. ഇങ്ങനെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ചില ആളുകൾ ഉണ്ടാക്കാറുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അനുഗ്രഹീതമാണ്, ബറക്കത്തുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവരുടെ കാര്യത്തിലും ഇല്ല. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ പടച്ചുകൊടുന്ന ചില സുബഹത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ. അവർ ചില കള്ളക്കഥകൾ ഉണ്ടാക്കും.
കള്ള ഹദീസുകൾ നിർമ്മിക്കും, എന്നിട്ട് അതിന് ബറക്കത്തുണ്ട് എന്ന് പറയും. അഥവാ അവരുണ്ടാക്കിയ ഒരു ഹദീസ് പ്രകാരമാണ് അശ്റുബു മിൻ ഫദ്ലി വുളൂഇൽ മുഅ്മിനി ഫീഹി ശിഫാഉൻ മിൻ 70 ദാഇൻ അദ്നാഹ അൽ അം. പഠിച്ചോക്കാനുള്ള ഹദീസല്ല, കെട്ടിയുണ്ടാക്കപ്പെട്ട മൗളൂആയിട്ടുള്ള ഒരു ഹദീസാണിത്. ഒരു മുഅ്മിനിന്റെ വുളൂഇന് ശേഷമുള്ള വെള്ളം അത് കുടിക്കുക എന്നുള്ളത് 70ഓളം വരുന്ന രോഗത്തിൽ നിന്നും ശിഫാ, രോഗശമനം ലഭിക്കും. അതിലേറ്റവും താഴ്ന്ന രോഗം എന്നത് അൽഹമ്മ്, മനപ്രയാസം. ഇത് കെട്ടിയുണ്ടാക്കിയ ഹദീസാണിത്. ഇങ്ങനെയുള്ള ഹദീസുകൾ തെളിവ് കുറിച്ചിട്ടാണ് ബാക്കിയുള്ളതിൽ ഇഖ്തിയാസ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇത് കെട്ടിയുണ്ടാക്കിയ കള്ള ഹദീസാണ്. അവിങ്ങനെ ചില ആളുകൾ തങ്ങളുടെ ശിർക്കായതും അല്ലാത്തതുമായ തബറുക്കിന് തെളിവ് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇല്ലാത്ത ദലീലുകൾ, തെളിവുകളൊക്കെ ഉണ്ടാക്കും. ഈ പറഞ്ഞ ഹദീസുകൾ പോലെ വേറെന്തെങ്കിലും സ്വപ്ന കഥകൾ, അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, ഇയാൾ ഇങ്ങനെ കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. ഇതൊക്കെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്, തൗഹീദിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കാര്യമാണ്. നോക്കൂ, ഒരു ഷെയർ കൊണ്ട് മുടി കൊണ്ടുവന്ന് വർഷങ്ങളോളമായി ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ആളുകളുടെ മുന്നിൽ ഒരു ലജ്ജയുമില്ലാതെ അത് വളർന്ന് വലുതായി, അങ്ങനെയായി, ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് സാധുക്കളെ ഈ തലമുടിയും അതിൻ്റെ കൂടെ മണ്ണും പൊടിയും ഒക്കെ കലക്കി കുളിപ്പിക്കുക. എന്ന് നോക്കൂ, നിങ്ങൾ തൗഹീദിലേക്ക്, യഥാർത്ഥ ദീനിലേക്ക് ക്ഷണിക്കേണ്ട സാധുക്കളായ ആളുകളെ ഇത്തരം കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും അതിൽ അവരെ തളച്ചു നിർത്തുകയും അതിലൂടെ അവരുടെ ദീനും ദുനിയാവും ഇല്ലാതാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്, ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് ചോദിച്ച ചോദ്യമാണ്. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ആ വാക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു ബറക്കത്ത്, ഒരു കാര്യത്തിന് നമ്മൾ നിശ്ചയിച്ചാൽ അതിൽ നിന്ന് പ്രത്യേകമായി വല്ല ഇതുപോലെയുള്ള സഹായവും കാര്യങ്ങളും പ്രതീക്ഷിച്ചാൽ അത് ശിർക്കായി തീരും. അതൊരു ഇലാഹിനെ ചോദിക്കുന്നത് പോലെയാണ്, അള്ളാഹുവിന് പുറമെയുള്ള ഒരു ആരാധ്യനെ ചോദിക്കുന്നത് പോലെയാണ്. കാരണം അള്ളാഹുവിൽ നിന്നാണ് ബറക്കത്ത് ലഭിക്കേണ്ടത്. പകരം ഈ മരത്തിന്റെ മുകളിൽ കൊളുത്തിവെച്ചാൽ അതിൽ നിന്ന് ബറക്കത്ത് ലഭിക്കുകയും എന്നിട്ട് യുദ്ധത്തിന് ഉന്മേഷം ലഭിക്കുകയും വിജയം ലഭിക്കുകയും ഒക്കെ ചെയ്യും എന്ന് വിശ്വസിക്കുക എന്നത് ശരിയല്ല. ശിർക്കിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന കാര്യമാണ്. അതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം, ധാരാളം പ്രവർത്തനങ്ങൾ. ചില ജാറകളിൽ അതുപോലെയുള്ള മഖ്ബറകളിലൊക്കെ ഇത്തരം പ്രവണതകൾ നമുക്ക് ധാരാളമായി കാണാവുന്നതാണ്. അത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും അവർ മനസ്സിലാക്കാനും സാധിക്കുന്ന രൂപത്തിലുള്ള, മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ഹദീത്താണ്. ഞങ്ങൾ ഇലാഹാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇലാഹാക്കണ്ട. ഇങ്ങനെ വിശ്വാസമുണ്ടോ? നിങ്ങൾ ഏതൊന്നിനെ കുറിച്ചാണോ പറഞ്ഞത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ ഇലാഹായി കഴിഞ്ഞു, അതിനെ ഇലാഹാക്കി കഴിഞ്ഞു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അതുപോലെ സഹോദരങ്ങളെ, ഈ ഹദീസിലുള്ള മറ്റൊരു കാര്യം, മറ്റൊരു ഗുണപാഠം, ഒരാൾക്ക് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അയാൾ ശിർക്കിന്റെ വാക്ക് പറഞ്ഞാലും ശിർക്കിന്റെ പ്രവൃത്തി ചെയ്താലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്നത് ഈ ഹദീസിലുണ്ട്. അൽഉദ്റു ബിൽ ജഹൽ, വിശദമായി പറയുകയല്ല. ഈ ഹദീസിൽ നോക്കൂ, അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, ഒരു ഇലാഹിനെ ചോദിക്കലാണ്. നമുക്കറിയാം അത് ശിർക്കായ ഒരു കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. പ്രത്യക്ഷത്തിൽ ശിർക്കായ തെറ്റായ ഒരു കാര്യമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാഫിറായി പ്രഖ്യാപിച്ചിട്ടില്ല. ശിർക്കിന്റെ വാക്ക് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ തക്ഫീർ ചെയ്തില്ല, മറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്.
അദ്ദേഹത്തിന് തിരുത്തി കൊടുത്തു. ഇത് ഒരു മസാലയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ അസ്ല് ഇസ്ലാമാണ്, അവർ ഇസ്ലാമിലേക്ക് അടുത്തിടെ വന്ന ആളുകളാണ്, മുസ്ലിമീങ്ങളാണ്. പിന്നീട് അവരെ ആ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അവരുടെ അഥവാ ശിർക്ക് സംഭവിച്ച് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് പറയണമെങ്കിൽ അതിന് നിബന്ധനകളുണ്ട്. ഒറ്റയടിക്ക് ഒരാൾ നിന്ന് പുറത്താണ്, അയാൾ കാഫിറായി എന്ന് പറയാൻ പാടില്ല. അയാളുടെ മേൽ തെളിവ് സ്ഥാപിക്കപ്പെടണം. അയാളെ കാഫിറാക്കുന്ന കാര്യങ്ങൾ വല്ലതും, അതിന് വല്ല തടസ്സവും ഉണ്ടെങ്കിൽ അത് നീങ്ങണം. അയാൾക്ക് തെളിവ് ബോധ്യപ്പെടണം, ആശയക്കുഴപ്പങ്ങൾ നീങ്ങണം. ഇതൊക്കെ സംഭവിച്ചാൽ മാത്രമേ ഒരാളെ കാഫിറാണ് എന്ന് പറയാൻ നിർവാഹമുള്ളൂ. അത് തന്നെ എല്ലാവരും തോന്നിയതുപോലെ ഒരാൾ ശിർക്ക് ചെയ്യുന്നു, ഒരാൾ കുഫർ ചെയ്യുന്നു, അപ്പൊ അയാളോട് എനിക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, സ്വീകരിക്കില്ല, അത് നീ നാളെ മുതൽ കാഫിർ എന്ന് പറയാൻ എല്ലാവരും തോന്നിയതുപോലെ എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക എന്നത് ഗുരുതരമായ കാര്യമാണ്. അല്ലാഹു നമ്മളെ നിശ്ചയിച്ചത് ജനങ്ങൾക്ക് എളുപ്പം കൊടുക്കാനാണ്, ഞങ്ങളെ ഞെരുക്കാൻ വേണ്ടിയല്ല. അപ്പോൾ അറിവില്ലാത്ത ജാഹിലുകളായ ആളുകൾ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്കൊരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടാവും. തെളിവ് വന്നു കിട്ടിയാൽ പോലും അവർ ആശയക്കുഴപ്പത്തിന്റെ നടുക്കാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആശയക്കുഴപ്പങ്ങൾ നീങ്ങണം. അതുപോലെ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരാളെ അസ്ലിയായി ഇസ്ലാമിലുള്ള ഒരാളെ അതിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ തടസ്സമാകുന്ന കാര്യങ്ങൾ അത് നീങ്ങണം. ഇങ്ങനൊക്കെ കാര്യങ്ങളുണ്ട്. എന്നിട്ടത് പറയേണ്ടവരാണ് പറയേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? പൊതുവെ ദീനിലുള്ള ഒരു നിയമമാണെന്ത്? ഒരാളെ തിന്മക്കനുസരിച്ച് അയാളോട് വെറുപ്പ് കാണിക്കലും അകലം കാണിക്കലും വിട്ടു നിൽക്കലും അത് നമുക്ക് ചെയ്യാം. അയാളൊപ്പം സാഹസിക്കേണ്ടതില്ല, അയാളൊപ്പം കൂട്ടുകൂടേണ്ടതില്ല. ദീനിന്റെ പൊതു തത്വമാണ്. ഒരാളുടെ തിന്മക്കനുസരിച്ച് അയാളോട് വെറുപ്പ് കാണിക്കലും അകലം കാണിക്കലും വിട്ടു നിൽക്കലും. ഒരാളുടെ നന്മക്കനുസരിച്ച് അയാളെ സ്നേഹിക്കലും അയാളോട് അടുക്കലും അയാളുടെ ആത്മബന്ധം പുലർത്തലും ദീനിന്റെ പൊതു നിയമമാണ്. എന്ന നിലക്ക് നമുക്ക് ചെയ്യാം. ഒരാൾ ശിർക്ക് ചെയ്യുന്നു, ഒരാൾ കുഫർ ചെയ്യുന്നു, അയാളെ നിസ്കാരത്തിൽ നിന്ന് തുടരാതിരിക്കലും അയാളുമായി സഹവസിക്കാതിരിക്കലും ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യണം. നമ്മൾ ദീനും ഫസാദായി പോകും. പക്ഷെ ഒരാൾ കാഫിറായി പ്രഖ്യാപിക്കുക, തക്ഫീർ ചെയ്യുക, ദീനിൽ നിന്ന് പുറത്താണെന്ന് പറയുക എന്നത് അത് നമ്മുടെ കൈകളിൽ നിൽക്കുന്ന കാര്യമായി. അത് സാധാരണക്കാരെല്ലാവരും കൂടി ഇങ്ങനെ തോന്നിയതുപോലെ പറയുക, ചെയ്യുക എന്നത് ഗൗരവമാണ്, ഗുരുതരമായ കാര്യമാണ്. ഈ ഹദീസിൽ അതിന് തെളിവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. പറയും ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരാൾ അബദ്ധം ചെയ്തു. അതിൽപ്പെട്ടതാണ് ഒരാൾ മരിക്കുന്നതിന് മുന്നേ മക്കളോട് വസീയത്ത് ചെയ്തത്, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കത്തിച്ചു കളയണം എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ എന്നെ കത്തിച്ചു കളയണം, എന്നിട്ട് ആ പൊടി അത് പാറ്റിക്കളയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും വീണ്ടും എന്നെ ഈ പറഞ്ഞ ശരീരം എൻ്റെ ആത്മാവ് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ എന്നെ അള്ളാഹു ശിക്ഷിക്കാതിരിക്കുകയില്ല. അത് ഭയന്നുകൊണ്ട് അള്ളാഹുവിന്റെ കുദ്റത്തിനെയാണ് അദ്ദേഹം നിഷേധിച്ചത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെന്താണോ ഭയപ്പെട്ടത് അത് അള്ളാഹു പ്രവർത്തിച്ചു. അയാളെ അതേപോലെ അതേ ആത്മാവ് അതേ ശരീരം തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹു കൊണ്ടുവന്നു. നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ യാ റബ്ബ് ഖശിയതുക, അല്ലാഹു നിന്നെ ഭയന്നിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഫഗഫറ ലഹു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് ഹദീസിൽ കാണാം. പ്രത്യക്ഷത്തിൽ എന്താണ് ചെയ്തത്? തനിച്ച കുഫ്റാൻ, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നിഷേധിച്ചു. പക്ഷെ അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു കൊടുത്തു. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, ഈ കാര്യം ദീനിൽ ഏത് വിഷയവും ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ഏത് വിഷയത്തിലും ഒരാൾക്ക്
തെളിവ് വന്ന് കിട്ടുന്നത് വരെ ഒരാൾ ജാഹിലാണ്, ജാഹിലായിരിക്കുന്ന കാലത്തോളം അയാളുടെ മേൽ വ്യക്തിപരമായി ഒരു വിധി പറയുക എന്നത് പാടില്ലാത്തതാണ്. പൊതു നിയമം പറയാം, ശിർക്ക് ചെയ്തവൻ മുശ്രിക്കാൻ ഒരു സംശയവുമില്ല. ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അത് ശിർക്കാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അത് ചെയ്ത ഒരാളുടെ മേൽ ആ നിയമം അടിച്ചേൽപ്പിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ചെയ്യുന്നത് ശിർക്കാണ്, കുഫ്റാണ് നമ്മൾ പറയണം, നമ്മളങ്ങനെ മനസ്സിലാക്കണം, അതിനനുസരിച്ച് നിലപാടെടുക്കണം. പക്ഷേ വ്യക്തിയിൽ അത് നടപ്പിലാക്കുക എന്നതിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് സ്വഹാബത്തിനോട്, ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് അദ്ദേഹത്തോട് ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതർകബുന്ന സുന്നത മൻ കാന ഖബ്ലകും. അവിടുന്ന് സത്യം ചെയ്യണം അള്ളാഹുവിന്റെ പേരിൽ, എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, മുൻഗാമികളുടെ അഥവാ യഹൂദ നസാറാക്കളുടെ ചര്യ അതിൽ നിങ്ങൾ അഥവാ ഈ ഉമ്മത്ത് പ്രവേശിക്കുക തന്നെ ചെയ്യും. അഥവാ ഈ ഉമ്മത്തിൽ മുൻഗാമികളുടെ യഹൂദ നസാറാക്കളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കടന്നു വരും എന്ന് അവിടുന്ന് അറിയിക്കുകയാണ്. വേറെയും ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അഥവാ യഹൂദ നസാറാക്കളുടെ ചര്യകൾ, അവരുടെ വിശ്വാസ കർമ്മ ആചാരങ്ങൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പിൻവച്ചു. അതിൽപ്പെട്ടതാണ് അവരുടെ വിശ്വാസകാര്യങ്ങൾ. അവരുടെ വിശ്വാസകാര്യങ്ങൾ അത് ഈ ഉമ്മത്തിലേക്ക് കടന്നു വരും. അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഈ നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ജാറങ്ങളും മഖബറകളും യഹൂദ നസാറാക്കളുടെ സമ്പ്രദായമാണ്. അവിടുന്ന് പറഞ്ഞ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. അത് അതേപോലെ നമുക്ക് കാണാം. ഇസ്ലാമിന്റെ പേരിൽ നടത്തപ്പെടുന്ന ജാറങ്ങളിൽ കാണുന്ന പോലെ അതേ കാഴ്ച യഹൂദന്റെ ഇതുപോലെയുള്ള ഖബറിടങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇത് വലിയ വമ്പിച്ച താക്കീതാണിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകുന്നത്. പൂർവികരായ സമുദായത്തിന്റെ ചര്യകൾ ഈ ഉമ്മത്ത് കടമെടുക്കും. ഇസ്ലാമിലേക്ക് അത് ചേർത്തി പറയപ്പെട്ടുകൊണ്ട് കടന്നു വരും എന്നത് താക്കീതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. തൗഹീദ് നന്നായി പഠിക്കണം, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നന്നായി പഠിക്കണം. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ദീനിലേക്ക്, നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് യഹൂദ നസാറാക്കളുടെ ചര്യകൾ കടന്നു വരിക എന്നത് നമ്മുടെ തൗഹീദിനെ പൊളിച്ചു കളയും. ആണ് നമ്മുടെ വിഷയം. അതാണ് ഈ ഹദീസും ഇതിന്റെ മുന്നത്തെ ഹദീസും ഒക്കെ പഠിച്ചത്, മനസ്സിലാക്കിയത് നമ്മുടെ തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളാണിതോ. അങ്ങനെ പൊളിച്ചു കളയാനുള്ളതല്ല, മറിച്ച് തൗഹീദ് മരണം വരെ സാക്ഷാത്കരിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. والله تعالى أعلى وأعلم، وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.